കുറച്ചു നാളുകളായി കേരള തീരത്ത് പ്രത്യേകിച്ച് കൊച്ചിക്ക് സമീപം വലിയൊരു ദുരൂഹതയായി നിലകൊള്ളുന്ന MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയർത്താനുള്ള ദൗത്യം ആരംഭിക്കുന്നു. കപ്പൽ മുങ്ങിയിട്ട് ഒരുപാട് നാളുകളായെങ്കിലും സാങ്കേതികവും സാമ്പത്തികവുമായ നിരവധി വെല്ലുവിളികൾ കാരണം രക്ഷാപ്രവർത്തനം വൈകുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു സങ്കീർണമായ പ്രക്രിയയിലൂടെ കപ്പൽ ഉയർത്താൻ ഇന്ത്യൻ അധികാരികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കേരള തീരത്തെ കടൽ യാത്രയുടെ സുരക്ഷയ്ക്ക് ഒരു പുതിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിലനിൽക്കുകയായിരുന്നു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത ചട്ടങ്ങൾ അനുസരിച്ച് ഇത്തരം അപകടങ്ങൾ സംബന്ധിച്ച് ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ സാങ്കേതികപരമായ പ്രശ്നങ്ങൾ കാരണം കപ്പൽ ഉയർത്താനുള്ള ദൗത്യം നീണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം, ഇന്ത്യൻ നാവികസേന, കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് കപ്പൽ ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ വേണ്ടിവരുന്ന ചെലവ് വളരെ വലുതാണ്. ഏകദേശം 100 കോടി രൂപയിലധികം ചെലവ് വരുമെന്നാണ് പ്രാദേശിക കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത്. ഈ ചെലവ് കപ്പലിന്റെ ഉടമസ്ഥൻ വഹിക്കുമോ അതോ സർക്കാർ വഹിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. MSC എൽസ 3 കപ്പൽ മുങ്ങിയത് മുതൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ്. MSC എൽസ 3 കപ്പൽ മുങ്ങിയത് മുതൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ്. കപ്പൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന മേഖലയാണ്. കപ്പൽ മുങ്ങിക്കിടക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും മത്സ്യബന്ധനത്തിനും വളരെ ഭീഷണി ഉയർത്തുന്നു.